ഹലോ 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 ഹലോ. Good afternoon to all and hearty welcome to the twin function, the inauguration of the renovated Wilkinson Law Library and KRISHNA Legal Research Center, as well as the granting of honorary membership to the retired judges who were former members of the Calicut Bar Association. We commence the program. For the welcome address, I invite Advocate M. Jaydeep, Vice President, Calicut Bar Association. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ വിൽക്കിൻസൺ ലോ ലൈബ്രറി ആൻഡ് KRISHNA ലീഗൽ റിസർച്ച് സെൻറ്റർ റിനോവേഷനും അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് പ്രിയപ്പെട്ട ജസ്റ്റിസ് ആർ ബസന്ത്, അതുപോലെ ജസ്റ്റിസ് കെ ഹേമി, അവരെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ബാർ അസോസിയേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിസ് ആർ ബസന്ത്, ജസ്റ്റിസ് കെ ഹേമ. ഈ ചടങ്ങിൽ കീനോട്ട് അഡ്രസ് നൽകുന്നത് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ബാർ അസോസിയേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഫെലിസിറ്റേഷൻ ശ്രീ എസ് സൂരജ്, ഓണറബിൾ CJM ആണ്. അദ്ദേഹത്തെ ഞാൻ ബാർ അസോസിയേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഓണറി മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. ഇവിടെ അത് സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള KV സച്ചിദാനന്ദൻ, ശ്രീ PK രാമൻ, K ശശിധരൻ, TB ശിവപ്രസാദ്, PN ശാന്തകുമാരി, N രാജഗോപാൽ, PS നസീർ അഹമ്മദ്, BT രഘുനാഥ്, ഹരിഗോവിന്ദൻ, VN വിജയകുമാർ, TP സുരേഷ് എന്നിവരെയും ഞാൻ ബാർ അസോസിയേഷന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡൻ്റാണ് ഈ ചടങ്ങ് പ്രിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ഇൻഫോർമലായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, സീനിയർ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവരെ എല്ലാവരെയും
ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് അഡ്വക്കേറ്റ് MS സജിയാണ്. Thank you, Advocate M. Jaydeep. Now I invite Advocate MS Saji, President, Calicut Bar Association, for the presidential address. ഇന്നത്തെ മുഖ്യാതിഥികളും നമ്മളുടെ സ്വപ്ന പദ്ധതിയായ വിൽക്കിൻസൺ ലോ ലൈബ്രറി ആൻഡ് IYER കൃഷ്ണ ലീഗൽ റിസർച്ച് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ജസ്റ്റിസ് R. ബസന്ത് സർ, ജസ്റ്റിസ് ഹേമ മാഡം, കൃഷ്ണ ഇയർ ആൻഡ് ആഫ്റ്റർ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് മഞ്ജരി സുന്ദർരാജ്, ഹോണറബിൾ CJM ശ്രീ സൂരജ്, സർവീസിൽ നിന്നും വിരമിച്ചുവെങ്കിലും മനസ്സുകൊണ്ട് കോഴിക്കോട് ബാർ അസോസിയേഷനിൽ, ഹൃദയം കൊണ്ട് കോഴിക്കോട് ബാർ അസോസിയേഷനിൽ ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന വിരമിച്ച ജില്ലാ ജഡ്ജിമാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിരമിക്കാത്ത കോഴിക്കോട്ടെ ന്യായാധിപരെ, സീനിയർ അഭിഭാഷകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കമ്മിറ്റിയുടെ അവസാന ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. ഏറെ സ്വപ്നം കണ്ട ഒരു പദ്ധതിയായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു ലൈബ്രറി നവീകരിക്കുക എന്നുള്ളത്. ലൈബ്രറി നവീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വരുന്ന സാമ്പത്തിക ചെലവ് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ മറ്റ് ഒരുപാട് സാങ്കേതിക അധ്വാനം കൂടിയുണ്ട്. അവസാനത്തെ ഒരു മാസത്ത് അത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും സമയബന്ധിതമായി, ഒരു മാസമാണ് നമ്മൾ ഉദ്ദേശിച്ചത്, 29 ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. അത് കോഴിക്കോട് ബാറിലെ അഭിഭാഷകർക്ക് മാത്രമല്ല, കോഴിക്കോട് ജുഡീഷ്യറിക്കും കൂടി സമർപ്പിക്കുന്ന ദിനമാണ് ഇന്ന്. രണ്ടാമതായി, കോഴിക്കോടിനൊരു വലിയ മാന്ത്രിക സ്പർശമുണ്ട്. അത് വിശേഷിച്ച് കോഴിക്കോട് ബാർ അസോസിയേഷൻ. കോഴിക്കോട് ബാർ അസോസിയേഷനിൽ നിന്നും ആരും എവിടെയും പോകുന്നില്ല. അവർ ന്യായാധിപരായി ഹൈക്കോടതിയിലെത്തിയാലും, ജില്ലാ കോടതികളിലെത്തിയാലും, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെത്തിയാലും, വിധി പുറപ്പെടുവിക്കുന്ന അധികാരത്തിൻ്റെ ഏത് ഉയരങ്ങളിലെത്തിയാലും അവരെല്ലാവരും തന്നെ കോഴിക്കോട് ബാർ അസോസിയേഷനിലെ അംഗങ്ങളാണ്. സാങ്കേതികമായി അവരിവിടെ വരാറില്ലായിരിക്കാം, വോട്ട് ചെയ്യാറില്ലായിരിക്കാം, നമ്മളെ എപ്പോഴും കാണുക ഉണ്ടാവാറില്ലായിരിക്കാം. പക്ഷേ പലരുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇപ്പോഴും സൂക്ഷിക്കുന്ന ആ ഹൃദയബന്ധം, ആ ഓർമ്മ, ആ പഴയ കാലത്തെക്കുറിച്ചുള്ള നനഞ്ഞ ഓർമ്മകളൊക്കെ തന്നെ പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അവരോട് ആദരം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഓണററി മെമ്പർഷിപ്പ് നൽകുവാൻ അസോസിയേഷൻ തീരുമാനിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ചടങ്ങിലെത്തിയ ജസ്റ്റിസ് ബസന്ത് സാർ നൽകിയ ഒരു നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ്. ആ ആശയം നടപ്പാക്കപ്പെടുന്ന ദിവസവുമാണിത്. ഈ രണ്ട് സന്ദർഭങ്ങളും കാലിക്കറ്റ് ബാർ അസോസിയേഷന് ഏറെ പ്രധാനപ്പെട്ടതാണ്. ലൈബ്രറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് IYER കൃഷ്ണയുടെ പേരിൽ കൂടി ഇത് ഒരു റിസർച്ച് സെൻ്ററാക്കി മാറുകയാണ്. വിൽക്കിൻസൺ പ്രഭു 1886 സ്ഥാപിച്ച ഈ ലൈബ്രറി ഇത്രയും കാലം ആ പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലും ഇന്ത്യൻ സാമൂഹിക ചക്രവാളത്തിലും കേരളത്തിൻ്റെ സാംസ്കാരിക ആത്മാംശങ്ങളിലുമെല്ലാം നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യരെ കൂടി പഠന വിഷയമാക്കേണ്ട ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത് IYER കൃഷ്ണയുടെ പേരിലുള്ള ഒരു ഗവേഷണ കേന്ദ്രമായി മാറണമെന്ന ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. വായനയുടെ ഒരു മാന്ത്രിക ശക്തിയാണ്, അല്ലെങ്കിൽ വായനയുടെ ഒരു പ്രാധാന്യമാണ് വിശാലമായതും പ്രൗഢഗംഭീരവുമായി മാറിയെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുന്നതുമായ ഈ ലൈബ്രറിയുടെ ഒരു ആത്മാംശം. I imagine that if there is paradise, it would be in the form of a library എന്ന്
ജോർജ് ലൂയിസ് ബോർഗേസ് എന്ന അർജന്റീനൻ എഴുത്തുകാരൻ്റെ പ്രശസ്തമായ ഒരു വചനമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന സ്വർഗം അതൊരു ലൈബ്രറിയുടെ രൂപത്തിലായി, പുസ്തക ശേഖരത്തിൻ്റെ രൂപത്തിലായിരിക്കണമെന്നുള്ള ആഗ്രഹം. വായനയുടെ ചരിത്രപരമായ ഒരു കാലം നമുക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി രൂപീകൃതമായ 1829 ദാറ്റ് വാസ് ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി. അത് സ്ഥാപിച്ചത് തിരുവനന്തപുരം രാജകുടുംബമാണ്. അന്ന് ചില സവിശേഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും 1900 അത് പൊതുവായിട്ട് ഒരു പബ്ലിക് ലൈബ്രറിയായി മാറുകയായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്താണ് കൽക്കട്ടയിൽ 1830 പബ്ലിക് ലൈബ്രറി രൂപപ്പെടുന്നത്. ഈ രണ്ട് ലൈബ്രറികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ വായനാ സംസ്കാരത്തിൻ്റെ പൊതുരീതിയെ രൂപപ്പെടുത്തിയത്, സ്ഫുടം ചെയ്തെടുത്തത്. പിന്നീട് അങ്ങോട്ട് പ്രവാഹമായിരുന്നു. യുദ്ധകാലങ്ങളിലാണെങ്കിൽ തന്നെ നമുക്കറിയാം, യുദ്ധകാലങ്ങളിൽ ഏറ്റവും അധികം കൊള്ളയടിക്കപ്പെട്ടത് സ്വർണവും പണവും മാത്രമായിരുന്നില്ല. ഏറ്റവും അധികം കൊള്ളയടിക്കപ്പെട്ടത് പുസ്തകങ്ങൾ കൂടിയായിരുന്നു. അരിസ്റ്റോട്ടിലിൻ്റെ മുഴുവൻ പുസ്തക സമാഹാരവും റോമൻ സാമ്രാജ്യത്തിലെത്തിയൊരു കഥയുണ്ട്. ഗ്രീസിൽ നിന്നും റഷ്യയും ജർമ്മനിയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ 40,000-ഓളം റഷ്യൻ ലൈബ്രറികൾ, പുസ്തക ശേഖര ഗ്രന്ഥാലയങ്ങൾ ജർമ്മൻകാർ കൊണ്ടുപോയിട്ടുണ്ട്. പകരം ജർമ്മനിയുടെ 13 ട്രെയിൻ നിറയെ ജർമ്മനിയുടെ പുസ്തക ശേഖരം റഷ്യക്കാരും കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ജോസഫ് സ്റ്റാലിൻ ചെയ്തത് 600ഓളം ഗ്രന്ഥാലയങ്ങളാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അവനവൻ്റെ രാജ്യത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ പോലും വായനയുടെ ശക്തിയും അതുണ്ടാക്കുന്ന ചിന്താധാരയും എത്രമാത്രം പ്രധാനമായിരുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. എനിക്കൊന്ന് ഏറ്റവും വലിയൊരു പുസ്തകപ്രേമി ചരിത്രത്തിൽ ജോസഫ് സ്റ്റാലിനായിരുന്നു. സ്റ്റാലിനെ വിമർശിക്കും. സ്റ്റാലിൻ ഏകാധിപതിയായിരുന്നു. 25,000-ലധികം 4,00,000-ലധികം പുസ്തക സമാഹാരങ്ങളുടെ ഇടയിലാണ് അയാൾ ജീവിച്ചു മരിച്ചത്. ഒട്ടനവധിയായ മാഗസിനുകളുടെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രാത്രി നിമിഷങ്ങളും തള്ളി നീക്കി. സ്റ്റാലിൻ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റാലിൻ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സ്റ്റാലിൻ എല്ലാ പുസ്തകങ്ങളിലും പുസ്തകത്തിൻ്റെ സൈഡിൽ കുറിപ്പുകൾ എഴുതുമായിരുന്നു. 25,000 പുസ്തകങ്ങളിലും ആ കുറിപ്പുകൾ കാണാം. ഏകാധിപതിയാവട്ടെ, ജനാധിപത്യ വിശ്വാസിയാകട്ടെ, രാജാവാകട്ടെ, വായനയുടെ സംസ്കാരമുണർത്തുന്ന ഒരു മഹാസാഗരത്തിൻ്റെ സൂചനയാണ് ഈ നൽകുന്നത്. 1844 ന്യൂസിലാൻഡിലേക്ക് കോളനി ഉണ്ടാക്കാൻ പോകുന്ന ബ്രിട്ടീഷുകാരുടെ പരസ്യപ്രകാരമായിരുന്നു വായനയിൽ താല്പര്യമുള്ള ആളുകൾക്ക് വരാം ന്യൂസിലാൻഡിലേക്ക്. വായനയിൽ താല്പര്യമുള്ള ആളുകൾ സംസ്കാരചിത്തരാണെന്നും ചെല്ലുന്ന പ്രദേശങ്ങളെ, കോളനികളെ സംസ്കാരത്തിൻ്റെ വിളനിലങ്ങളാക്കി മാറ്റും, ഭൂമികളാക്കി മാറ്റണം എന്നുള്ള ചിന്തയാണ് ആ ഒരു വിളംബരത്തിൽ ഉണ്ടായിരുന്നത്. വായന എന്ന് പറയുന്നത് ജീവിതം ഓൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ട്, എപ്പോഴും എഴുതപ്പെട്ടിട്ടുണ്ട്. വിജയിക്കാനുള്ള കുറുക്കുവഴികളും എപ്പോഴോ എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അത് എഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിക്കുക എന്നത് മാത്രമാണ്. അതൊരു ഒഴുക്കാണ്. ജീവിതം എന്ന് പറയുന്നത് തന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു ഒഴുക്കാണ്. യു കനോട്ട് ഗോ ബാക്ക്. റിവർ കനോട്ട് ഗോ ബാക്ക് എന്നുള്ള ഒരു തത്വചിന്ത ഉണ്ട്. ജിബ്രാൻ അടിസ്ഥാനപ്പെടുത്തിയതാണ്. റിവർ സ്റ്റാർട്ട്സ് ഫ്രം ദി മൗണ്ടൻ, ഫ്ലോയിങ് ടു ദി woods and becoming streams and ultimately it reaches at the ocean. ഓഷ്യനിലെത്തുന്ന സമയത്ത്, സമുദ്രത്തിലെത്തുന്ന സമയത്ത് the river trembled with fear. എൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാവുകയാണ്, ഞാനല്ലാതാവുകയാണ്, പുഴയല്ലാതാവുകയാണ്. But the river cannot go back. River thinks from where I am coming, I have falling or starting from the mountains across a lot of forest, but I cannot go back. സമുദ്രത്തെ അകലെ കാണുന്ന പുഴ സ്തബ്ധമായി നിൽക്കുമ്പോൾ പുഴ തിരിച്ചറിയുകയാണ്. ഐ ആം നോട്ട് ജോയിനിങ് വിത്ത് ദി ഓഷ്യൻ, ബട്ട് ഐ ആം ദ ഓഷ്യൻ. ഐ ആം ബിക്കമിങ് ആൻ ദ ഓഷ്യൻ. സമുദ്രമായി മാറാൻ പോകുന്ന പുഴയുടെ യാത്ര. അങ്ങനെ ആലോചിക്കുമ്പോൾ ആ അനുഭവങ്ങളുടെ ഒരു പര്യവസാനത്തിൽ മനുഷ്യജീവിതങ്ങളെ കൊണ്ടെത്തിക്കുന്നതും അഗാധമായ പുസ്തകങ്ങളോടുള്ള പ്രണയമാണ് എന്ന് ധരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. തെറ്റിദ്ധാരണയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെന്തോ പ്രശ്നമുണ്ടെന്ന് കരുതുന്ന ഒരു ആളും കൂടിയാണ്. വിശേഷിച്ച് സമഗ്രമായ വായന ആവശ്യമുള്ള ഒരു തൊഴിൽ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അത് അഭിഭാഷകരായാലും ന്യായാധിപരായാലും. എത്രമാത്രം വായിക്കുന്നു വിവിധ വിഷയങ്ങളാവട്ടെ, ആ വായിച്ചാൽ
പ്രൊഫഷനിൽ യു വിൽ ബിക്കം ആൻ ആർക്കിടെക്റ്റ്, അതർവൈസ് യു വിൽ ബിക്കം എ മേസൺ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഏത് പ്രൊഫഷനുമാകട്ടെ, ഏത് മേഖലയുമാകട്ടെ. എന്തുകൊണ്ടോ അല്പം അകന്നു പോകുന്ന ഒരു സ്വഭാവം വർത്തമാനകാല യുവത്വം പുസ്തകങ്ങളോട് കാണിക്കുന്നുണ്ട് എങ്കിൽ അത് താൽക്കാലികമാണ് എന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആഗ്രഹിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 2020 ജർമ്മനിയിൽ 8 ന്യൂസ് പേപ്പറുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ന്യൂസ് പേപ്പറുകൾ ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ഹാർഡ് പേപ്പർ വായനയ്ക്ക് ആളുകളില്ലാത്തതുകൊണ്ട്. പക്ഷേ അതിനേക്കാൾ ശക്തമായി വായന അമേരിക്കൻ യൂറോപ്യൻ സംസ്കാരങ്ങളിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റീഡിങ് ഈസ് ദി റിയാലിറ്റി. അവിടെയാണ് ജീവിതം ഉള്ളത്, അവിടെയാണ് ജീവിതം നിർവചിക്കപ്പെട്ടത്. ഒരു പുസ്തകത്തിൻ്റെ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നിന്നും പോലും വായന ആരംഭിക്കാമെന്ന് ലേഡി മാക്ബത്തിനെ കൊണ്ട് ഷേക്സ്പിയർ പറയിപ്പിക്കുന്നത് മനുഷ്യൻ പോലും ഒരു പുസ്തകമാകുന്നുകൊണ്ടും മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ആമുഖമായതുകൊണ്ടും ആ മനുഷ്യനെ നിസാരമായി പുസ്തകങ്ങളിലേക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന പ്രതിഭകൾ ഈ നാട്ടിൽ ജീവിച്ചതുകൊണ്ടുമാണ്. ഓരോ പ്രതിഭയിലേക്കും ഉള്ള കാൽവെപ്പ് ഒരു നട സഞ്ചാര ദൂരമാണ് ഒരു പുസ്തകമെന്ന് നമുക്ക് അറിയാൻ കഴിയും. സത്യത്തിൽ ജീവിതം എപ്പോഴും എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതി തന്നെയാണ്. ലിഖിതേ ജീവിതം എന്നാണ് പറയുന്നത്, ഓൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സഞ്ചാരപാതകളിൽ പുസ്തകങ്ങൾ തുണയാവുകയല്ലാതെ വേറെ മാർഗമില്ല. നിങ്ങളെ വലയം ചെയ്യുന്ന കടുത്ത ഏകാന്തതയിൽ പുസ്തകം കൂട്ടുകാരാവാതെ വേറെ മാർഗമില്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സാംസ്കാരികമായിക്കോട്ടെ, ഏത് മേഖലകളിലായിരുന്നാലും ശരി, ശാസ്ത്രമായിക്കോട്ടെ, കഠിനമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും കണ്ണനയിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നും ആരെങ്കിലും കടന്നു കയറി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എബ്രഹാം ലിങ്കൺ മുതൽ മഹാത്മാഗാന്ധി മുതൽ ആരുമായിക്കോട്ടെ, ജവഹർലാൽ ആരുമായിക്കോട്ടെ, ജീവിതത്തിൻ്റെ മുൻനിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പൂവിൻ്റെ സ്വാതന്ത്ര്യ സ്പർശം അനുഭവിച്ച് അതിൽ നിന്ന് മോചിതരായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പിന്നിൽ, അവരുടെയൊക്കെ ബാല്യകാലത്ത്, അവരുടെയൊക്കെ യൗവനകാലത്ത് പുസ്തകം ഒരു പ്രണയിനിയെ പോലെ കൂടെ നടന്നു എന്നുള്ളതാണ് ചരിത്ര സത്യം. ആ പ്രാധാന്യം, ആ ചരിത്രപരത, ആ ഓർമ്മപ്പെടുത്തൽ പുതിയ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ മുകളിൽ ഈ ഉദ്യമം ചെയ്തിരിക്കുന്നത്. അതെത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അതിന് വിധി എഴുതേണ്ടത് കാലവുമാണ്. എന്തായിരുന്നാലും ശരി, ഈ പുസ്തകശേഖരം വളരെ ആകർഷണീയമായ രീതിയിൽ നിങ്ങൾക്ക് വായിക്കാമെന്ന് രൂപപ്പെടുത്തിയ ഒരു ആളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന ആ സ്ഥലം നിങ്ങൾക്കായി സമർപ്പിക്കുവാൻ വേണ്ടി കേരള ജുഡീഷ്യറിയിലെ പരമോന്നത സ്ഥാനത്തിൽ നിന്ന് രണ്ടുപേർ അവിടെ നമ്മക്കടിയിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതും ഇതൊരു സൗഭാഗ്യമായി കാണും. കഴിഞ്ഞ കാലത്ത് ഈ കോടതി പരിസരങ്ങളിലൂടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ ആളുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന 2 മഹത് വ്യക്തികളും എൻ്റെ മുന്നിലിരിക്കുന്ന ജില്ലാ ജഡ്ജിമാരും. അപ്പോൾ അവർക്ക് എത്രമാത്രം പതിറ്റാണ്ടുകൾ, 2-3 പതിറ്റാണ്ടുകൾ ജുഡീഷ്യറിയിൽ സേവിച്ച ആളുകളാണ്. അവർ പതറാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കോഴിക്കോട് ബാർ അസോസിയേഷനും കോഴിക്കോട് കോടതികളുടെ സംസ്കാരവും കോഴിക്കോട് കോടതികളിൽ ജീവിച്ചു മരിച്ച പൂർവ്വസൂരികളുടെയും അനുഗ്രഹം അവരിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു അവകാശവാദം മാത്രമായിരിക്കില്ല. ആ ബോധ്യമാണ് അവരെ ഈ ഉച്ചനേരത്ത് നമ്മൾക്കിടയിൽ ഇവിടെ ദീർഘസ്ഥലങ്ങളിൽ നിന്നും കൊണ്ട് എത്തിക്കുന്നത്. എറണാകുളത്തു നിന്ന ആളുകളുണ്ട്, തൃശ്ശൂരിൽ നിന്ന ആളുകളുണ്ട്, ഇവിടെ എത്തിച്ചത് എന്നുള്ളതും കൂടി പറയാതെ വയ്യ. അവരെ ആദരിക്കുന്നതോടുകൂടി അവരല്ല ആദരിക്കപ്പെടുന്നത്. സത്യത്തിൽ കോഴിക്കോട് ബാർ അസോസിയേഷനാണ്. കോഴിക്കോട് ബാർ അസോസിയേഷൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയ നീതിപീഠത്തിൻ്റെ പല മേഖലകളിലും നീതിന്യായത്തിൻ്റെ സംഘർഷാവസ്ഥകളിൽ, വിധിന്യായങ്ങളിൽ എഴുതാൻ വേണ്ടി സംഘർഷാത്മകമായ രാത്രികൾ തള്ളി നിർത്തിയ നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ആ ഓർമ്മയുടെ ഒരു അവതരണമാണ്, ആ ഓർമ്മയുടെ ഒരു ചരിത്രത്തിനുള്ളിലേക്കുള്ള ഒരു തെളിവായിട്ടാണ് ഈ ചെറിയ മീറ്റിങ്ങിൽ വെച്ച് നിങ്ങൾക്ക് ഓണററി മെമ്പർഷിപ്പ് തരുന്നത്. അതുകൊണ്ട് ഇത് സത്യത്തിൽ ആദരിക്കപ്പെടുന്നത് കോഴിക്കോട് ബാർ അസോസിയേഷനും അത് പിന്നിട്ട കാലവും ആണ്. ഉറപ്പാണ് ഒരു കാര്യം, മൺമറഞ്ഞ ഗുരുക്കന്മാർ, പൂർവ്വസൂരികൾ, ഗതകാലഘട്ടത്തിൻ്റെ നിത്യഭാസുര ചൈതന്യങ്ങളായിരുന്ന അഭിഭാഷകർ, അവരൊക്കെ തന്നെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഈ മുഹൂർത്തത്തെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നു. വായനയുടെ ഈ ദിവസത്തെ പുതിയ സംസ്കാര സമ്പന്നമായ ഒരു ചിന്തയിലേക്ക് നമുക്ക് നയിക്കുവാൻ കഴിയട്ടെ. ഇവിടെ എത്തിയിട്ടുള്ള വിശ്രമ ജീവിതമൊന്നും അല്ല എന്ന് ഞാൻ കരുതുന്നില്ല. ജീവിതത്തിലൊരിക്കലും വിശ്രമമില്ല. എന്നാലും തൊഴിലിൽ നിന്നും പിരിഞ്ഞ ന്യായാധിപർക്ക്,
കോഴിക്കോട് ബാർ അസോസിയേഷൻ്റെ പേരിൽ ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഒപ്പം ഞങ്ങളും എപ്പോഴും കൂടെയുണ്ട്. നന്ദി. MS Saji, a saga to be told. The cool captain of the Calicut Bar Association, who with his efficient team has not only conceived but carried out various programs and projects for the benefit of the entire lawyer community in this 1 year. Thank you, sir. It is indeed a moment of pride for Calicut Bar Association when a son and daughter of this bar, who have made the bar proud by their illustrious careers in the bar and the bench, are the chief guests of the day. Coincidentally, both have Government Law College Kozhikode as their alma mater, and both underwent tutelage under the veteran criminal lawyer late Sri K. Bhaskaran Nair. Both were directly selected as district judges, and this brother-sister duo of Calicut Bar Association were elevated as justices of the Honorable High Court. I request both of the former judges of the High Court of Kerala to inaugurate the renovated library by lighting the lamp. Now I request Sri R. Basan, Judge, Retired High Court of Kerala, to address the gathering. Ladies and gentlemen, members of the noble profession of law, I deviate from protocol and I do not address the chair first, because I believe the common thread that binds us all, everyone in this hall, is membership of the noble profession of law. Yes, we all do belong to the noble profession of law. What is a profession? How does the profession become noble? And how are the members of the profession called gentlemen, ladies included? These are questions that must worry us on an occasion like this. I believe the distinction between a profession and a career is too well settled. Both are means of earning a livelihood, but a profession is definitely distinct from a mere career. What makes the distinction between a profession and a career is that a profession is always career plus. Modern advertisement jargon tells you that everything is something plus. A profession is a career plus, and I believe
all the members of the noble profession ought to realize that a career becomes a profession when service is added to the career. Service dimension added to the career makes it a profession, and that is why we are all called the members of a profession. This profession of law has earned the sobriquet of a noble profession. Why is ours called a noble profession? How is our profession different from other professions? Something which, on an occasion like this, I would like every member of the profession to think about. From the novice who has entered, sworn in as a member of the bar yesterday, to the senior most, I think I must easily be the senior most over here right now. Oh, Shandarthi is there, yes. I have to. All of us belong to this noble profession of law. I think it's opposite that we think, how do we become noble? We call ourselves a learned profession, where learning is important. Knowledge is important. Wisdom is important. And therefore, here is a profession, a career plus service, which primarily impinges upon learning. And that perhaps makes our profession a noble profession, one dimension. Another, I would think, it is service because it is service of the lettered or the knowledgeable to the gullible. It is service of the privileged to the underprivileged, the unprivileged. Therefore, it's important that we understand both these dimensions of this profession being a learned profession, a profession of learning, and a profession which empowers the weak, which empowers the underprivileged, which empowers the downtrodden. And that in that dimension, I think this profession of law is both noble and a profession in the fullest sense of the term. In the Indian context, I would think that this dimension of empowering the people underprivileged is more important. I always think in 1947 when India became independent, and in 1950 when we had the constitution, in between great discussions were going on. How do we transform the Indian society to a modern society, a feudal society into a modern society, an illiterate society into a literate society, an unindustrialized society to an industrialized society, an ignorant society to a knowledge society? Well, there were a lot of ideas that were traded. Some said, capture India is supposed to be a rich nation of poor people, capture all the riches and distribute it. That's one way to make justice available. There were others, and that is the route that the founding fathers chose. Do not distribute wealth, but distribute rights. And that is what the great Indian Constitution to me did. It distributed rights equally, though it did not distribute wealth equally. And one fine morning with the stroke of the midnight hour, the Indian people found that they had a lot of rights in their pockets. Rights which were empty, meaningless, unreal for them because they did not know how to use the rights. A society built on class structure where people did not know what these rights were, and that is where perhaps the profession of law became very important. Make these rights available in the pockets of each of the underprivileged person, real and meaningful for him. That was the challenge before the modern Indian legal profession when we became independent and a constitutional republic. This heavy burden rests on the shoulders of the legal profession to make people realize the worth and the value of their rights. And that is where a legal practitioner becomes most relevant to the community at large. The Calicut Bar Association has been in the vanguard of professional improvement.
I'm sure when this Wilkinson Law Library was founded long earlier, the challenge before the legal profession was entirely different. Maintenance of status quo was the challenge before the legal system at that point of time. We have passed through the various stages of history, and today the legal profession is involved in a more challenging, more dynamic, more sublime duty of translating the constitutional promises into reality for the common people. I believe that is the challenge before you and me today. Be you a judge, be you a lawyer, be you a novice, be you a senior counsel, it doesn't make any difference. Challenge before the legal profession is the same. And that is where I find the effort of the Calicut Bar Association today to be very, very meaningful. There's no point in saying that we are a profession of learning. It's important that we translate that concept into reality. I've heard or read about the Wilkinson Law Library when it was found at a time when law books were not easily available, when the lawyers, professionals did not have adequate equipment to meet their challenges before courts. They founded the Wilkinson Law Library so that the judges and the lawyers could all have access to books. The powerful weapon in the hands of a lawyer is the books and the knowledge. Knowledge is my armament. The lawyer's arms, lawyer's weapon is only knowledge, and for that the library caters to that need. Let me congratulate the Calicut Bar Association for having embarked on this wonderful project. I've been watching with keen enthusiasm of the happenings here, and I think during the last 1 year, like many previous years, it has been a year of dynamic activity. I do not know. I find very few faces here who can remember that. When I walked into this bar association in the year 1973, you ought to have seen it to believe it. There was no canteen, there was no chair, there was virtually nothing. And then still we had powerful doyens of the bar which maintained the traditions and the dignity of this profession. Infrastructure-wise, you are head and shoulders beyond recognition. You have improved. It must be your endeavor now to live up to the idealism and the ideals of the profession which I saw when I came here in 1973. Lawyers have a great responsibility. If you shed the path of law and resort to demonstrations and road marches, you are admitting defeat. You are admitting defeat to the people that law cannot give you the relief. I should think that the lawyers must be the first to lead and say, I will get relief for any injustice in law. Bar Association cannot be a trade union movement. It cannot degenerate into a trade union movement. Bar associations and the enlightened profession must tell the world, communicate to the world that law is an answer for your problems and not violence or demonstrations on the street. If you can prove to the people that all injustices can be resolved through law and through orderly means, that is the best message that any bar association, any profession, any noble profession can communicate to people around us. I wish you will live up to those lofty expectations from the profession of law. A word personally. From 1973 to 1988, I was a member of this bar. That would be an understatement. This bar was life and blood for me. I know very few people are there. We were here right through. We enjoyed life like anything at those days. We were trained under great gurus. Someone said, my great senior, both of us were trained under a great senior, late Bhaskaran Nair, Advocate Bhaskaran Nair. When I walked into the library, I found a section of the library devoted and dedicated to him. There were many, many such great seniors in this bar who groomed the younger generation.
I don't want to take two names, but I'm sure the Calicut Bar had a peculiar culture where every junior was a junior to every senior. I don't know how to express it more clearly. Well, I was junior of Kunjanama Menon, I was junior of Mr. Ratna Singh, I was junior to Poduwal. We were all treated like juniors. Actual senior, each one may have one, but we were all considered to be the juniors of the peers, all the peers put together. And that is what makes me very much attached to this bar. I don't want to cut the umbilical cord between me and this bar. Every time I've been invited to come to this bar, I have most gladly come. And perhaps on every such occasion I have said, I don't want to come here as the husband of my wife who happens to be a member of this bar. I've always said, I want to be here. I want to be in my own right. I want to be part of this bar. And I have repeated many times on this podium, please think of giving us at least an honorary membership. I know many of you must have heard me speak that many times. Today that way is a moment of great realization, satisfaction to me that your president and this committee has thought it fit to assure us that you are not forgotten, to assure us that you are still remembered, to assure us that you are important for us. Bar Association is as important to me as you think we are important to you. Well, this opportunity that is given, I'm sure I speak on behalf of all those former judges here, makes us extremely happy, makes us feel thrilled that this Bar Association still thinks that we are also part of this Bar Association. We always have it in our mind. This reciprocation is most enjoyable. Thank you very much for that. On behalf of all of us, Madam Hema will be speaking on her own. I don't think all the others are going to speak. On behalf of all of us, let us most heartily thank you for this opportunity to win. Till the last breath, I will enjoy and appreciate this honor that has been conferred on us by inviting us to come back as members, maybe honorary, because I can't practice in Kerala now. And therefore, I can't even request for a membership in this association. And that has been got over by your very resourceful president and his team by giving us honorary membership. Thank you very much again for that. To conclude, I would say, please remember the heavy burden of responsibility on your shoulders as members of the noble profession of law. Please understand the great responsibility on your shoulders as representatives of a profession on whom the constitution makers have placed the great responsibility of making distribution of rights equally effective. Please understand that as members of the Calicut Bar Association, you have a much greater responsibility because this Bar Association has been the leader of thought, leader of action in the city, and therefore understand that burden of responsibility on your shoulders. As a very senior honorary member of your association today, I would certainly request all of you to understand, realize, imbibe and practice that responsibility which is there on your shoulders. Thank you very much for this wonderful opportunity. Thank you, sir, for exhorting us to enhance the nobility of our profession by combining service and knowledge in the right proportions in spite of the challenges. Now I request Srimati K. Hema, Judge, Retired High Court of Kerala, to address the gathering. Respected judicial officers, respected and beloved seniors of the bar, my colleagues, my juniors, known and unknown. Good afternoon to everybody. See, my brother Basant has already told you what is his career, what is his honorary position, and as a member of the noble profession,
To that, I fully agree, not dissent. I consent. Now, when I am inside this hall, within the four walls of this hall, I do not get anything very serious. I am not a very serious person. Though inside the wall, you may disagree. Outside the wall, I am like this. And you identify me only as the old Hema. In the Gallicat bar, when I come, I am really happy because nobody calls me Justice Hema. I am really happy that when you call me Hema, the maximum you would say you have gone down or you have gone fat. The tongue has not changed. That is what I hear from all of you. So I would rather go like this. And about the profession, the nobility of the profession, the seriousness which you require, I talk only to my daughter, who has started practice. So that what happened, she stopped listening to me. That's my daughter. So within this compound, within here, what I am remembering is only those beautiful days where I have laughed, I have played. When you say I played, I really played. I have gone from court to court very, very proudly that I am the junior of Mr. Bhaskaran Nair. So from place to place, I was moving here swiftly and talking to others, cracking some jokes like that. There was the canteen. Is it there now? That canteen is gone. Upstairs. When I come here, I also miss Gopalakrishnan. Gopalakrishnan is no more. So, but now when I am told that I am getting the membership, I am thinking of Gopalakrishnan. I am missing him here. He will come to collect the membership fee. That danger is not for us. So, I will proceed like this. I remember many, many serious things, like what is happening inside the court. My senior used to say, you should not go to the Bar Association. When you get time, don't loiter. Go to some court, watch what is happening there. So I have gone to a civil court once, which is rare to me, and watched. There, the chief examination is going on. For every question, the opposite counsel will say objection. I was wondering what is happening here. For no question he will allow the other lawyer to speak or the witness to speak. Fortunately, the judge was very cool. She was silent. These days, I do not know how many judges are silent. At least to stop the cross-examination, they may say something. But that was a time when the judge was listening. Then everything is an objection. I did not understand anything at all what was happening in that court. After coming out, I asked the lawyer. He's a very senior lawyer, very prestigious, very senior lawyer. As Mr. Basan said, Mr. Justice Basan said, see, we had the freedom to ask anybody. So as a very senior civil lawyer, I asked him, literally I asked him, what is sir, one question was put, you put objection, another question also objection. What is there without any objection? So he started explaining to me what was going on there. So that is what the bar was doing to the junior members. For anything and everything, anything under the sun you ask, there will be an answer. But you must know where to go, where to ask. And when to ask, that's a different matter. So, there was also pranks here. It was April 1st day. So, I was keeping on going, making everybody I met April Fool. So, my friend Shanta asked me, see, Lakshmana Iyer is coming. Lakshmana Iyer is father of Justice Vishwanath Iyer. He was coming. He is a person to whom I have never talked. You won't feel like talking. If you are walking, you don't feel like walking when he is coming. But still, she said, I will give you a biryani if you can make him a
April Fool. I said, why biryani? I will do it freely. For free, I went, so he was coming. Lakshmana Iyer, you know, you do not know, many juniors do not know what he is. He breathes law, walks on law, talks law, everything is law about him. So who is Emma to him? So I went and said, sir, you are called to the second class magistrate court, JFC. I mean, that time it was SM2. You are called to the SM2. I do not know. I have no case. I do not know, sir, that magistrate has to ask me to tell you, you are wanted there. My God, poor man, he was running to SM2. But that was a Hema here. So when he went, I was not worried because he does not know me. Then another thing, even if he goes there, ultimately comes to an inquiry, he will fail definitely in the identification parade. So I was happily moving. So that was the place where I lived as a lawyer. I was born as a lawyer. This is where my heart always throbs to come in and be here. And the happiest thing is, this bar is giving me the membership of the bar again. So I'll definitely come. I will not be Justice Hema. I will be the Hema which you knew early. So thank you very much. Wish you all the best. About the library, these days when a question is asked in court, or when somebody asks you any question on law, you have this Indian Qanun. I hope this mobile version of KLT, SEC are not coming. It's only this. So I don't know whether you will go there. You must go there because we were not wasting. We were working on AR manual. Is it available now, AR manual? Oh, yeah, oblivion. So wish you all the best. Happy, nice to see you again. Bye. Thank you, madam, for fondly reminiscing your days in the bar, sharing experiences, anecdotes, and even the pranks played, which revived the bonds. May I request Advocate Sri Manjeri Sundarraj, Senior Lawyer of Calicut Bar Association, to deliver the keynote address on the topic, KRISHNA and After. വേദിയിലെയും സദസ്സിലെയും സജ്ജനങ്ങളെ, സഹധർമ്മജരെ, ബോൾഗാട്ടി ധർമ്മജനല്ല, നമ്മുടെ ഒപ്പത്തിലുള്ള ഈ സായാഹ്നത്തിൽ മധ്യാഹ്നം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കൊരു കോട്ടയം സായാഹ്നത്തിൻ്റെ അനുഭവമാണ് ഓർമ്മ വരുന്നത്. സന്ധ്യാനേരത്ത് ദാഹമകറ്റാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ്. പക്ഷേ കീശിയിൽ ആവശ്യമായ കാശില്ല. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ജോൺ എബ്രഹാം എന്ന കലാകാരനാണ്. അഗ്രഹാരത്തിലെ കഴുത എന്നെപ്പറ്റി അദ്ദേഹം എടുത്ത സിനിമയല്ല കേട്ടോ. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. അന്ന് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ ഒരു മിനി കഥ എഴുതി കൊടുത്താൽ 1000 രൂപ കിട്ടും. അപ്പോൾ പെട്ടെന്ന് മനോരമ ഓഫീസിലേക്ക് കയറി ചെന്നു. മാമൻ സാറും ചാക്കോ സാറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു കുറിപ്പ് എഴുതി കൊടുത്ത് 1000 രൂപ വാങ്ങി. ഞാൻ നോക്കുമ്പോഴത്തേക്കും എഴുതിയത് കോട്ടയത്ത് എത്ര മത്തായിമാർ എന്നതായിരുന്നു. മത്തായി മാപ്പിളയുടെ സ്ഥാപനത്തിൽ പോയിട്ട് കോട്ടയത്ത് എത്ര മത്തായിമാർ എന്ന ഒരു ഹ്രസ്വകഥ. അതുപോലെയാണ് ഇന്ന് കിഷയറെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അടുപ്പം കൊണ്ടാണ് കേട്ടോ കിഷയർ എന്ന് പറയുന്നത്, ജസ്റ്റിസ് കിഷയറെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ എത്ര കിഷയർമാർ എന്നോർത്തു പോകുന്നത്. ഈ ബാറിൽ തന്നെ 2 കിഷയർമാർ ഉണ്ടായിരുന്നത് ജസ്റ്റിസ് ഹേമയ്ക്ക് ഓർമ്മയുണ്ടാവും. സ്ഥിരമായി
ഒരു കൃഷ്ണയുടെ പുറകിലായിരുന്നു, ലക്ഷ്മണയുടെ പുറകിലല്ല, എം കൃഷ്ണയുടെ പുറകിലായിരുന്നു ഞങ്ങൾ ഡിങ്കി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഹേമ. അദ്ദേഹത്തിൻ്റെ പുറകെ പോയി. അദ്ദേഹം ചിലപ്പോൾ ഒരു പട്ട് ജുബയൊക്കെ ഇട്ട് വരും. അപ്പോൾ പട്ട് കുപ്പായക്കാര എന്ന പാട്ടും പാടിയിട്ടാണ് ഹേമ അദ്ദേഹത്തിൻ്റെ പുറകിൽ നടക്കാറ്. അതുകൊണ്ട് ലക്ഷ്മണയരല്ല, പല ആളുകളും അവരുടെ ഇരയായി ഈ ബാർ അസോസിയേഷനിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ KV കൃഷ്ണയരുണ്ട്, ചരിത്രകാരൻ. LA കൃഷ്ണയരുണ്ട്, ആന്ത്രപ്പോളജിസ്റ്റ്. ഡാൻസിങ് ലോയർ എന്ന് പറയുന്ന കൃഷ്ണയരുണ്ട്, ഭരതനാട്യം ഗുരുവായിരുന്നു അദ്ദേഹം. അവരോടൊപ്പമൊക്കെയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അവരോടൊപ്പമല്ല, കൃഷ്ണയ്യർ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്ന ഒരൊറ്റ കൃഷ്ണയ്യർ മാത്രമേ ഉള്ളൂ. ഈ അസോസിയേഷൻ്റെ ഈ കഴിഞ്ഞ വർഷത്തിൽ നടന്നു വന്നിരുന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാന ഹംസഗീതം എന്ന നിലയ്ക്കുള്ള ഒരു പ്രഭാഷണമാകിയാൽ എൻ്റെ ശിഷ്യൻ എൻ്റെ ഗുരുവിനെപ്പറ്റി സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു സ്വാതന്ത്ര്യം കൂടി തന്നിരുന്നു, മറ്റു വിഷയങ്ങളെക്കുറിച്ചുകൂടി സംസാരിക്കാമെന്ന്. പ്രത്യേകിച്ചും ജുഡീഷ്യറിയും അത് ഇന്നത്തെ നിലയ്ക്ക് എങ്ങനെ, നാളെ എന്താവും എന്നതിനെക്കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ മറ്റു പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും സംസാരിക്കാൻ തുടങ്ങുന്നത് സജിയെക്കുറിച്ച് തന്നെ ആകട്ടെ. ജസ്റ്റിസ് ബസന്തും അദ്ദേഹം പറഞ്ഞു, ഒരു വെരി പ്രൊഫിഷ്യൻറ്റ് പ്രസിഡൻറ്റ് ഓഫ് ദ ബാർ അസോസിയേഷൻ. കഴിഞ്ഞ ഒരു വർഷമായി 54-ലധികം പരിപാടികൾ, നൂതനമായ അനന്യമായ പരിപാടികൾ നടത്തി സജി നമ്മുടെ ജില്ലാ ജഡ്ജി കൃഷ്ണകുമാർ സാറിൻ്റെ ഭാഷയിൽ ഒരു സംഭവമായിട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ കുമാരസംഭവത്തിന് ഉത്തരവാദി കാളിദാസനാണെങ്കിൽ ഈ സജി എന്ന സംഭവത്തിന് ഞാനാണ് ഉത്തരവാദി. കൃഷ്ണയർമാരെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഇടയിൽ സജിയുടെ പിന്തുടർച്ചക്കാരനായി വേറൊരു കൃഷ്ണൻ കയറി വരുന്നുണ്ട്. ശിവനും രാമനും കൃഷ്ണനുമായ ശിവരാമകൃഷ്ണൻ എന്ന അയ്യർ. ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരായ 2 ഹൈക്കോടതി ജഡ്ജ് പ്രതിഭകൾ, അവർ വക്കീലന്മാരാവുന്നതിന് മുമ്പ് തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഞാനവർ, ശ്രീമൻ ബസന്തൻ്റെ 3 കൊല്ലം സീനിയറാണ്, ശ്രീമതി ഹേമ 2 കൊല്ലം സീനിയറാണ്. ഞങ്ങൾ ഒരുമിച്ച് ആണ് ആ കാലത്ത് പല പ്രവൃത്തികളും ഒന്നിച്ച് ചെയ്തിരുന്നു. ശ്രീമൻ ബസന്തും ഞാനും പ്രസംഗ മത്സരത്തിൽ പോകുമ്പോഴും ഡൽഹിയിൽ വെച്ച് നടന്ന മോഡൽ പാർലമെൻറ്റിൻ്റെ പ്രതിനിധികളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രതികരിച്ച് പോകുമ്പോഴും ഒക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു. അതുപോലെ ജസ്റ്റിസ് ഹേമയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ഹേമ അന്ന് നല്ല ഒരു ക്വിസ്സാണ് ഞാൻ പറഞ്ഞത്, സ്പെഷ്യലിസ്റ്റായിരുന്നു. ആ നിലയ്ക്ക് ക്വിസ് കോമ്പറ്റീഷൻസും ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു. ഹൈക്കോടതിയിലുണ്ടായിരുന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാർട്ടൂണിസ്റ്റ് പറയുകയുണ്ടായി, ഹേമന്തമോ ബസന്തമോ എന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവിടെ 2 ഋതുക്കളും ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വേദിയിൽ. ഹേമന്തം എന്നത് മാഘ ഫൽഗുന മാസങ്ങൾ ഉൾപ്പെട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലത്താണ്. അല്ല, അത് വസന്തമാണ്. തണുപ്പിൻ്റെ കാലമാണ് ഹേമന്തം. മഴ പെയ്താൽ തണുപ്പ് കൂടും. ഏതായാലും ഇപ്പോൾ നിലവിലുള്ള കാലം ഹേമന്തകാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമയുടെ തിരിച്ചുവരവ് നമ്മുടെ അസോസിയേഷന് ഒരു കുളിർമ നൽകുന്നത്. പഴയ ഹേമയായി തിരിച്ചു വരുന്നു എന്ന് അറിയുമ്പോൾ. ജസ്റ്റിസ് ബസന്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വസന്തകാലത്ത്, അതായത് ഒരു 100 പൂവുകൾ വിരിയട്ടെ എന്ന് പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതിയിൽ 2 പേരും
അവരുടേതായ കേസുകളിൽ അവരുടേതായ ഭാഷയിൽ അവരുടേതായ വീക്ഷണകോണുകളിലൂടെ അനന്യമായ രീതിയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ബസന്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഒരു കേസിൽ ഐസ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ന്യായാധിപന്മാർ അവർക്ക് മുമ്പാകെ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അയ്യോ അതിന് വകുപ്പില്ലല്ലോ എന്ന് കരുതി ദേ ഷുഡ് നോട്ട് പുട്ട് അപ്പ് ദെയർ ഹാൻഡ്സ് ആൻഡ് ആംസ് ഇൻ ലാമെൻറ്റ്. അവർ വകുപ്പുകൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വകുപ്പുകൾ എഴുതി ചേർക്കണം. ഇപ്പം ഞാൻ ആ വിധി കിട്ടിയ ഉടനെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, കാരണം അക്കാലത്ത് സ്ഥിരമായി കൃഷ്ണയ്യരോടൊപ്പം ഉണ്ടായിരുന്നതായിരുന്നു എറണാകുളത്തുള്ളപ്പോൾ, അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഉടനെ വിളിക്കൂ വസന്തനെ എന്ന് പറഞ്ഞു. ജഡ്ജിമാരെ ഫോണിൽ വിളിക്കുന്ന മറ്റ് ചില അപകടങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഉടനെ ജസ്റ്റിസ് വസന്തിനെ കണക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ കൃഷ്ണയ്യരാണ്. അപ്പോൾ യെസ്, പലരും പറയുന്നു ഐ ആം റൈറ്റിംഗ് ലൈക്ക് യു എന്ന്. അപ്പോൾ കൃഷ്ണയ്യർ പറഞ്ഞു യു ആർ നോട്ട് ലൈക്കിംഗ് ലൈക്ക് മീ, യു ആർ റൈറ്റിംഗ് മീ യൂസിങ് മൈ ലാംഗ്വേജ്, യൂസിങ് മൈ അപ്രോച്ച് ടു ഇഷ്യൂസ്. ജസ്റ്റിസ് ഹേമയുടെ കാര്യത്തിലാണെങ്കിൽ ഒബ്സിനിറ്റിയെക്കുറിച്ച് ഒരു ഫുൾ ബെഞ്ചിനെ റെഫർ ചെയ്തൊരു കേസിനെ പറ്റി ഓർക്കുന്നുണ്ടാവും. വളരെ വിശദമായി ആ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ വിധിന്യായങ്ങളെയും ഉദ്ധരിച്ച് ശ്രീമതി ഹേമ അതിനൂതനമായ ഒരു ഭാഷ്യം, പ്രത്യേകിച്ച് ഈ കാലത്ത് ഒബ്സിനിറ്റി എന്ന് പറയുന്നത് സിനിമയിലും പുസ്തകത്തിലും വക്കീൽ പ്രൊഫഷനിലും എല്ലാം വന്ന് ഭവിച്ചിരിക്കുന്ന ഒന്നാണ്. ഇനി കോടതിയിലേക്ക് വരാം. വി ഹാവ് നോ കോർട്ട്സ് ദീസ് ഡേയ്സ്, വി ഹാവ് ഓൺലി കാസിനോസ്. ഞാൻ പറയുന്നതല്ല, ജസ്റ്റിസ് അല്ലാത്ത ശ്രീമാൻ പൽക്കിവാല പറഞ്ഞതാണ്, ജൂറിസ്റ്റ്. കോടതിയല്ല ഷോടതിയാണ് എന്ന് നമ്മൾ തമാശയ്ക്ക് പറയുകയാണെങ്കിലും അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മാറിയിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വ്യവസ്ഥയെ കാണുന്നത്. അതിന് പ്രധാന കാരണം ന്യായാധിപന്മാരല്ല, പ്രത്യേകിച്ച് ഏറ്റവും താഴെ നിരയിലുള്ള ന്യായാധിപന്മാർ, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ ന്യായാധിപന്മാരെ പറ്റി പറയുമ്പോൾ അവർ പൂർണ്ണമായി വക്കീലന്മാർ പറയുന്നത് കേൾക്കുകയും സ്വാംശീകരിക്കുകയും അതേസമയത്ത് തന്നെ നീതി നിർദ്ദേശിക്കുന്ന തരത്തിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ മേലോട്ട് പോകും തോറും വിധി നിർണ്ണയിക്കപ്പെടുന്നത് പലപ്പോഴും ഈ ജഡ്ജിമാരുടെ കൈകളാലല്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിധിന്യായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിന് പകരം നമ്മൾ ഡിമാർക്കി എന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥയെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ജനാധിപത്യത്തെ പറ്റിയൊക്കെ വളരെയധികം പറയുന്നുണ്ട്, പക്ഷേ ഡിമാർക്കിയാണ്, ലോട്ടോക്രസിയാണ്. ഇലക്ഷൻ പോലും അങ്ങനെയാണ്. സമവായങ്ങളാണ് ഇന്ന് നടക്കുന്നത്, കൂട്ടുമുന്നണികളാണ് ഭരിക്കുന്നത്. ഒരു സിംഗിൾ പാർട്ടി ഭരിച്ചാൽ തന്നെ, ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ തന്നെ അതിനുള്ളിൽ ഉള്ള ഗ്രൂപ്പുകൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിൽ തന്നെ ഈ ഒരു തരത്തിലുള്ള നറുക്കെടുപ്പ് എന്ന പോലെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുമ്പോൾ സ്വാഭാവികമായും കോടതികൾ അവയുടെ അവസ്ഥയിൽ, സമീപനങ്ങളിൽ മാറ്റം വരും. അതുകൊണ്ടാണ് കണ്ടംപ്റ്റിൻ്റെ കാര്യത്തിലായാലും കറപ്ഷൻ്റെ കാര്യത്തിലായാലും കോടതികളുടെ സമീപനം അന്നും ഇന്നും ഒന്നു തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ജഡ്ജിയായിരിക്കുമ്പോൾ തന്നെ കണ്ടംപ്റ്റിന് വേണ്ടി നിയമ നടപടികളെ നേരിടേണ്ടി വന്ന ആളാണ്, റിട്ടയർമെൻറ്റിന് ശേഷവും. പക്ഷേ ഏറ്റവും ആദ്യം ഒരു കണ്ടംപ്റ്റിന് ആരോപണത്തിന് വിധേയനായത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയായിരുന്നു. അദ്ദേഹം അന്ന്
പാർലമെൻറ്റിൽ സംസാരിക്കവേ ചില സുപ്രീം കോടതി വിധിന്യായങ്ങളെപ്പറ്റി ചമ്പാരാം ദൊരൈറാജ് കേസിനെ കുറിച്ചൊക്കെ നിശിതമായി വിമർശനം ഉന്നയിച്ച് പറഞ്ഞു. അപ്പോൾ ദ എൻറ്റയർ ഹൗസ് സ്കൈഡഡ് ഹിം ആൻഡ് സെഡ് യു ആർ കമ്മിറ്റിംഗ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നും ശ്രദ്ധേയമാണ്. I have often in the course of my practice told the presiding officer in very emphatic terms that I am bound to obey his judgment, but I am not bound to respect it. That is the liberty that every lawyer enjoys in telling the judge that his judgment is wrong, and I am not going to give up that liberty. അപ്പോൾ തെറ്റിനെ തെറ്റെന്ന് പറയുന്ന ധൈര്യം കാണിക്കുന്ന ഒരു വക്കീൽ സമൂഹം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കുന്ന ന്യായാധിപന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യത്യസ്തമായി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയ ഉടനെ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചത്, കാരണം പല കോടതികളും വക്കീലന്മാർ അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ അത് നിയമത്തിലില്ലാത്തതായിരിക്കാം, അതിനൊരു പ്രീസിഡൻ്റ് ഇല്ലാത്തതായിരിക്കാം, മേൽക്കോടതികൾ അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നീതി നിർവഹിക്കപ്പെടുന്നത് ഏറ്റവും താഴത്തെ കോടതികളിലാണ്. ധൈര്യപൂർവം ആ പോയിൻ്റ് സ്വീകാര്യമാണെന്ന് മനസാക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ട് എഴുതാൻ തയ്യാറാവണം നമ്മുടെ ന്യായാധിപന്മാർ. കാരണം അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒന്ന് 313 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പ്രതി തന്നെ വന്ന് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു വാശി പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് വേണ്ട, വക്കീലിന് കോപ്പി കൊടുത്ത് അദ്ദേഹം ആൻസർ ചെയ്താൽ മതി എന്ന് വന്നു. ഇത് ഏറ്റവും കീഴ്ക്കോടതിയിലെ കോഴിക്കോട് പയ്യോളിയിലെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യത്തെ ഓർഡർ ഉണ്ടായത്. അതിനുശേഷം അത് ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ എത്തിയിട്ടും ശരിവെച്ചു. അപ്പം അങ്ങനെ പലതും ബീജാഭാവം ചെയ്യപ്പെടുന്നത് ഈ താഴെ കോടതികളിലാണ്. അതുകൊണ്ട് എത്രത്തോളം മേലോട്ട് പോകുന്നുവോ അത്രത്തോളം അപജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഖേദപൂർവ്വം പറയാതിരിക്കാൻ നിർവാഹമില്ല. കൃഷ്ണയെക്കുറിച്ച് തന്നെ കണ്ടംപ്റ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം ഒരിക്കൽ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ജൂബിലി സമ്മേളനത്തിൽ പ്രസംഗിക്കവേ പറഞ്ഞു, തിലക് നഗറിലെ ആ ചുവപ്പ് കെട്ടിടം ഞങ്ങൾക്ക് വേണ്ട എന്ന് ജനത പറയുകയും അതിനെ തകർത്ത് ഇഷ്ടികയാക്കി മാറ്റിവെക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം The red crimson mansion at Tilak Nagar will be brought down to earth by the masses. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇന്നും യേശുക്രിസ്തുമാരെ ക്രൂശിക്കുകയും ബറബസുമാരെ വിട്ടയക്കുകയും ചെയ്യുന്നതാണ്, താങ്ക്സ് ടു അവർ ജുഡീഷ്യറി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് രണ്ടിലും അദ്ദേഹത്തിനെതിരെ കോടതിയലക്ഷ്യ നടപടി ഉണ്ടായി. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റിയില്ല, കാരണം ആര് പറയുന്നു എന്നതിനു കൂടി പ്രാധാന്യം നൽകണം. ആസ് എൻ ഇൻസൈഡർ ലൈക്ക് മീ, ഐ ഹാവ് എനിത്തിങ് ടു സേ ബട്ട് ഐ കാൺട്ട് സേ എന്ന് കൃഷ്ണയർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് കോടതിയിൽ എങ്ങനെ ഇടപെടലുകൾ നടക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അടിയന്തരാവസ്ഥക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് കാരണം അലഹബാദ് വിധിയല്ല, അലഹബാദ് വിധിയിന്മേലുള്ള ജസ്റ്റിസ് കൃഷ്ണയുടെ വിധിയാണ്, ഇടക്കാല സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അവിടെ തുടരാൻ അനുവദിച്ചു, വോട്ടവകാശമില്ലെങ്കിലും എന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അക്കാലത്ത് അദ്ദേഹത്തിന് ആ ഒരു കേസ് അലഹബാദ് ഹൈക്കോടതിയിലുള്ള അപ്പീൽ കേൾക്കുന്ന ദിവസം രാവിലെ ഒരു ഫോൺ കോൾ വന്നു, നിങ്ങൾ ആബ്സല്യൂട്ട് സ്റ്റേ നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒരു വിധവയാകും. അദ്ദേഹം ചിരിച്ചു, എൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ വന്നത് HR ഗോഖലെയുടെ ഫോൺ കോളാണ്. അദ്ദേഹം ഒരു മുൻ ജഡ്ജിയാണ്, നിയമമന്ത്രിയായിരുന്നു ആ കാലത്ത്. അദ്ദേഹം പറഞ്ഞു,
അപ്പോൾ കേസ് വരുന്നതിന് മുമ്പാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരെ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താണ് ആ കാര്യം? ഇങ്ങനെ മിസസ് ഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതി അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടൊരു വിധിന്യായം ഉണ്ടാക്കിയിട്ടുണ്ട്. രാജനാരായണൻ ചെയ്ത വിക്രയമാണ്. അതുകൊണ്ട് ആ അപ്പീൽ ഒന്ന് വെക്കേഷൻ ജഡ്ജ് എന്ന നിലയ്ക്ക് അങ്ങ് എടുക്കണം. പറയാതെ പറയുന്നത് ഒരു സ്റ്റേ കൊടുക്കണം എന്നാണ്. അദ്ദേഹം പറഞ്ഞു ഏതായാലും കേസിനെ പറ്റി നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല, കേസ് വരട്ടെ, വേഗം എടുപ്പിക്കാനുള്ള ശ്രമം നടത്താം. അത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു. ഭരണത്തിലിരിക്കുന്ന വളരെ ശക്തിയായൊരു നേതാവ് അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും അവരെ വിജയിയായിക്കൊണ്ടുള്ള പ്രഖ്യാപനം റദ്ദാക്കപ്പെടുകയും ചെയ്ത അവസരത്തിൽ പോലും അവരുടെ പാർട്ടി മഹാഭൂരിപക്ഷമല്ല, എല്ലാവരും ഒറ്റക്കെട്ടായി അവരെ തന്നെ നേതാവായി വീണ്ടും തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിൽ അത് അവരിലുള്ള വിശ്വാസം ഉറപ്പിച്ചിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കേസിൻ്റെ അപ്പീൽ വരുന്നത്. സ്വാഭാവികമായി ജസ്റ്റിസ് കൃഷ്ണയ്യർ അസ്വസ്ഥനായിരുന്നു. പ്രത്യേകിച്ചും ഈ ഫോൺ കോളുകൾ 2 ഒന്നിന് വലിയ അർത്ഥമില്ലെങ്കിൽ രണ്ടാമത്തത് ഒരു തരത്തിലുള്ള ഇടപെടലാണ്. പക്ഷെ അദ്ദേഹം മനസ്സിരുത്തി ചിന്തിച്ചുകൊണ്ട് നൽകിയ ഒരു ഉത്തരവായിരുന്നു ആ ഇടക്കാല ഉത്തരവ്. സ്റ്റേ നൽകി. അതേക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഒരു വിധിന്യായ സ്ഥാനത്തിരിക്കുമ്പോൾ ഇടപെടലുകൾ വരുന്നതല്ല, സാഹചര്യങ്ങളാൽ വരുന്ന വിവിധ രൂപത്തിലുള്ള തീരുമാനങ്ങളാവാം. മറ്റൊരു സന്ദർഭം കൂടി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംഭാഷണത്തിനോട് പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന് നിരണ്ടയെ പറ്റിയാണ്. നിരണ്ടെ പ്രഗത്ഭനായ അറ്റോർണി ആയിരുന്നു അന്ന്. അദ്ദേഹം സർക്കാർ വക്കീലായിരുന്നു. ഹേബിയസ് കോർപ്പസ് കേസിൽ അദ്ദേഹം കോടതിയിൽ വെച്ചത് പറഞ്ഞത് നമുക്കറിയാം. ഒരു പോലീസുകാരൻ അടിയന്തരാവസ്ഥക്കാലത്ത് ആരെയെങ്കിലും ഇന്ത്യയിലൊരു പൗരനെ വെടിവെച്ച് കൊന്നാൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇരയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല, അതിന് അധികാരമില്ല, കാരണം എല്ലാം സസ്പെൻഡഡ് ആണ്, കോടതിയുടെ അധികാരം ഉൾപ്പെടെ. അദ്ദേഹം അത് പിന്നീട് ജസ്റ്റിസ് കൃഷ്ണയ്യരുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനത് ജഡ്ജിമാരെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഞാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരായിരുന്നു, ഇത്തരമൊരു നിലപാടിനെതിരായിരുന്നു, സർക്കാരിനെതിരായിരുന്നു ഞാൻ പ്രതിദാനം ചെയ്യുന്ന. പക്ഷേ ഞാൻ പറഞ്ഞത് ജഡ്ജിമാരെങ്കിലും രക്ഷയ്ക്കെത്തുമല്ലോ എന്നാണ്. പക്ഷേ അന്ന് HR കന്നെ ഒഴികെയുള്ള ബാക്കി 4 ജഡ്ജിമാരും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് എന്തും ചെയ്യാം സർക്കാരിന് അടിയന്തരാവസ്ഥ കാലത്ത് എന്ന വിധി പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും ലജ്ജാകരമായ ഒരു ദുർദിനമെന്ന് തന്നെ ആ ദിനത്തെ നമ്മളിന്നും ഓർക്കുന്നുണ്ട്. മറ്റൊരു അനുഭവം, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി, ജസ്റ്റിസ് PN ഭഗവതി എന്നിവരൊക്കെ സുപ്രീം കോടതിയിലെ റെബലുകൾ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ആ കാലത്ത് ഒരു ഫോൺ കോൾ വന്നു. സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറയുന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ, ശ്രീമാൻ കൃഷ്ണയ്യരുടെ അടുത്ത സുഹൃത്ത്, കോൺഗ്രസ്സുകാരൻ വിളിച്ചു, എൻ്റെ ഒരു സുഹൃത്തിന് നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്, അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റില്ല, നിങ്ങൾ അവിടേക്കൊന്ന് പോകണം. അപ്പോൾ കൃഷ്ണയ്യർ സ്വതസിദ്ധമായ ചിരിയോടുകൂടി പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് എൻ്റെയും സുഹൃത്താണ്, എന്താ പ്രശ്നം? ആരാണെന്ന് ചോദിക്കാതെയാണ് പറഞ്ഞു പോയത്. അപ്പോൾ പറഞ്ഞു, ഞാൻ പേര് കൂടി പറയട്ടെ, ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഈ കാര്യം അദ്ദേഹം ഏതെങ്കിലും കൃതികളിലോ പൊതുവേദികളിലോ പറഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം പോയി ശ്രീമതി ഇന്ദിരാഗാന്ധിയായിട്ട് സംസാരിച്ചു. ശ്രീമതി ഗാന്ധിക്ക് അറിയാതിരുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും സൗജന്യം കിട്ടാനോ അദ്ദേഹത്തിന് തുരവ് സമ്പാദിക്കാനോ ഒന്നുമല്ല. നിങ്ങൾ 3 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഈ ഗവൺമെൻറ്റിനെ, പ്രത്യേകിച്ച് എന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് നേരിട്ട് ചോദിക്കാം എന്ന് കരുതിയതുകൊണ്ടാണ്. സുപ്രീം കോടതിയിൽ ലിഫ്റ്റ് വഴിയാണ് ജഡ്ജിമാർ പോവുക. അപ്പോൾ സ്വകാര്യ സംരക്ഷണത്തിനിടയിൽ പലതും
സംഭവിക്കുമല്ലോ. ആരോ അത് ഓവർഹിയർ ചെയ്ത് കേട്ട ഒരു ജഡ്ജി വഴിക്കാണ് ഈ വിവരം അവരെടുത്തിട്ട്. അപ്പം ഇത് ശരിയല്ല, പക്ഷേ ഇങ്ങനെയൊരു വിവരം, തെറ്റായ വിവരം അങ്ങേക്ക് തന്നത് ആരാണെന്ന് അറിയാമോ ചോദിച്ചപ്പോൾ അവർ പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞൊരു മലയാളിയാണ്. മലയാളിയുടെ മകൻ ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഉപജാപങ്ങൾ അക്കാലത്തും ഇന്നും നിലവിലിരിക്കുന്നു. പിന്നെ കൃഷ്ണയെക്കുറിച്ച് പറയുമ്പോൾ ഡെന്നിങ് പറഞ്ഞിട്ടുണ്ട്, ഒരു ജഡ്ജ് റൈഡർ, അൺറൂലി ഹോസസിനെ റൈഡ് ചെയ്യാൻ കെൽപ്പുള്ള ആളായിരിക്കണം. പലപ്പോഴും മുന്നിൽ വരുന്നത് വികൃതികളായ കുതിരകളെപ്പോലുള്ള ലീഗൽ ഇഷ്യൂസാണ്. അപ്പോൾ ജഡ്ജ് റൈഡർ ആൻഡ് കൃഷ്ണയർ വാസ് വൺ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഡിക്ഷണറിയർ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത്. ഡിക്ഷണറി അല്ല, ഡിക്ഷണറിയർ. അതുകൊണ്ട് തന്നെ മറിയം വെബ്സ്റ്റർ ഡിക്ഷണറി പുറത്തിറക്കിയപ്പോൾ അതിലൊരു ഭാഗം കൃഷ്ണയരുടെ 130 വേർഡുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കോയിനേജ് ആൻഡ് കോൺട്രിബ്യൂഷൻ ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പ്രത്യേക സെക്ഷനായി പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ്. ആസുരിക്, ദരിദ്രനാരായണൻ, അങ്ങനെ തുടങ്ങി പല ഭാഷകൾ മിശ്രിതമായ വേർഡുകൾ ജസ്റ്റിസ് കൃഷ്ണയർ നൽകിയിട്ടുണ്ട്. ചന്ദ്രമൗലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കുഴക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു പ്രലോഗ്മെനൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഏതോ വി കെ കൃഷ്ണമേൻ്റെ ഏതോ കസിൻ മേനോനെ കുറിച്ചാണ് പറയുന്നത്. പ്രലോഗ്മെനൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശോധിച്ചപ്പോൾ മനസ്സിലായി, പ്രിലിമിനറി ഡിസ്കഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പലപ്പോഴായി ജസ്റ്റിസ് കൃഷ്ണയർ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. കവിത ഗദ്യമായാലും കവിതയായാലും പദ്യമായാലും അതിസുന്ദരമായി അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങൾ നമുക്ക് വായിക്കപ്പെടാമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് തന്നെ എഴുതിയൊരു കവിതയുണ്ട്. ഇൻ ദ ഡാർക്ക് വൂം വേർ ഐ ബിഗാൻ മൈ മദേഴ്സ് ലൈഫ് മെയ്ഡ് മീ എ മാൻ. ഏതിരുണ്ട ഗർഭപാത്രത്തിലാണോ ഞാൻ തുടങ്ങിയത്, എൻ്റെ അമ്മയുടെ ജീവൻ എന്നെ ഒരു മനുഷ്യനാക്കി. ത്രൂ ഓൾ ദ മൊമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ബർത്ത് ഹെർ ബ്യൂട്ടി ഫെഡ് മൈ കോമൺ എർത്ത്. ജന്മത്തിനായുള്ള മാസങ്ങൾ ഉടനീളം അവരെന്നെ ഊട്ടി. ഐ കനോട്ട് സീ നോർ ബ്രീത്ത് നോർ സ്റ്റർ ബട്ട് ത്രൂ ദ ഡെത്ത് ഓഫ് സം ഓഫ് ഹെർ. എനിക്ക് ശ്വസിക്കാനോ കാണാനോ അനങ്ങാനോ പോലും പറ്റാത്ത ആ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കി അവരിൽ എന്തോ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത് എന്ന്. മറ്റൊരു ജഡ്ജ് എഴുതിയ കവിതയ്ക്ക് സമാനമായിട്ട് ജോൺ മാൻഫീൽഡ് എന്ന അമേരിക്കൻ ജഡ്ജിൻ്റെ കവിതയെ ഉണ്ടാകും. ഇപ്പോൾ 15/11/15 ജനിക്കുകയും 12/3/2018 മരിക്കുകയും ചെയ്ത ജസ്റ്റിസ് കൃഷ്ണയർ 52 തീവ്ര രാഷ്ട്രീയ പ്രവർത്തന രംഗത്തിറങ്ങുന്നത്. അദ്ദേഹം മദ്രാസ് ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 57 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം കൊണ്ട് തന്നെ സ്വതന്ത്രനായി മത്സരിച്ച് EMS വ്യാപിച്ചുകൊണ്ടിരുന്നത്. ചിലതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം എന്ന നിലയ്ക്കും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മൈ ഫണ്ടമെൻ്റൽ ഫിലോസഫി, ബേസിക് വാല്യൂ set are derived from a strange confluence of Swami Vivekananda, Karl Marx, Comrade Jesus, with a sprinkling of finer humanism of Prophet Muhammad. Compassion is my creed, battle against greed is my mood. ഗാബ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ നിയമശാസ്ത്രജ്ഞൻ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഇന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡ്, ധനഞ്ജയ് ചന്ദ്രചൂഡിൻ്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡ് സുപ്രീം വിസ്പേഴ്സ് എന്ന പേരിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓരോ വക്കീലും വായിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലുണ്ടായിരുന്ന 66 ന്യായാധിപന്മാരിൽ 12 ചീഫ് ജസ്റ്റിസുമാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഗാബ്സൻ്റെ
റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഗ്രന്ഥം. അതിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ദൂഷ്യങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർന്നൊരു കാലഘട്ടത്തിൽ നിയമമന്ത്രിയായിരുന്ന ശാന്തിഭൂഷൺ തന്നെ പറയേണ്ടി വന്നത്, എനിക്ക് നേരിട്ട് അറിയാവുന്ന രീതിയിൽ 8ഓളം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ കറപ്റ്റായിരുന്നു എന്ന്. ജസ്റ്റിസ് ബറുവ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു 10% ഇന്ത്യൻ ജുഡീഷ്യറി കറപ്റ്റാണ് എന്ന്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായ ഗവേഷണം നടത്തുന്ന സ്ഥാപനം പറഞ്ഞത് ഇന്ത്യക്കാരിൽ 77% ജുഡീഷ്യറി കറപ്റ്റാണ് എന്ന് വിശ്വസിക്കുന്നു എന്നാണ്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണല്ലോ പൽക്കിവാല പറഞ്ഞത് ദ കോർട്ട്സ് ഹാവ് ബിക്കം കസിനോസ്. നറുക്കെടുക്കുന്നത് പോലെയാണ് കേസ് വിധിന്യായങ്ങളുണ്ടാവുന്നത്. ജസ്റ്റിസ് കൃഷ്ണ അയ്യർ ഒരു ഹ്യൂമൻ വണ്ടറായിരുന്നു എന്ന് പറയുന്നതിന് അതിശയോക്തിയില്ല. എ മെഷീൻ ഓഫ് മൾട്ടി ഡയമെൻഷൻസ് വിച്ച് വർക്ക്സ് ടയർലെസ്ലി വിച്ച് മെനി ഹാഫ് ഹിസ് ഏജ് വുഡ് ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത്. ഫ്രം ദ വേർഡ് ഗോ he had been a fighter and continued his crusade till the end. അവസാന കാലത്ത് അദ്ദേഹം ദുഃഖിതനായിരുന്നു പല കാര്യങ്ങളും കൊണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസുകൾക്ക് ശേഷവും അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ആരും കേസുകളായി മുന്നോട്ട് വന്നില്ല, കാരണം കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ഒരു ക്രിട്ടിക്കായിരുന്നു. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർ മുഴുവൻ അവിടെ ക്രിക്കറ്റ് മത്സരം നടന്നപ്പോൾ ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു, കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എല്ലാ കാറുകളും അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു സ്റ്റേഡിയത്തിന് മുന്നിൽ. ഒരു ദിവസം ലീവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് കളി കാണാൻ. അതേക്കുറിച്ച് ജസ്റ്റിസ് IR കൃഷ്ണ അയ്യർ വളരെ നിശിതമായി വിമർശിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു ഓസ്ട്രേലിയൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മൈക്കൽ കർബി. കൃഷ്ണ അയ്യർക്ക് ശേഷം എന്ന ഒരു കാര്യം കൂടി പറയാനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ കോട്ട് ചെയ്യുന്നത്. ഹു ആർ ഗോയിങ് ടു ബി ഹിസ് സക്സസേഴ്സ്, വിജിലൻറ്റ് ടു ദ ന്യൂ ഇൻഫാക്ഷൻസ് ആൻഡ് ടു ഓൾഡ് കോണ്ടക്ട് വിച്ച് വി കം വിത്ത് എൻലൈറ്റൻമെൻറ്റ് ടു സീ ആസ് ഒഫെൻസസ് ടു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്. Jurists everywhere must be encouraged by this fine man's life and works to pay attention not only to civil and political rights but also to economic, social and cultural rights. Some jurists think that these are not justiciable at all. But with creative lawyering, the true concerns of ordinary citizens can be given attention by the courts. That is what Justice Krishna Iyer did. We who come after should go and do likewise. അദ്ദേഹം പറയുന്നത് ജഡ്ജിമാരെന്ത് ചെയ്യണം എന്നുള്ളതല്ല, വക്കീലന്മാരായ നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ അഴിമതിയുടെ കഥകളൊക്കെ ഗവേഷണം നടത്തി പുറത്തു വരുമ്പോഴും ഒരു അഴിമതിക്കാരനായ ജഡ്ജിക്ക് പിറകിൽ 4 അഴിമതിക്കാരായവർ വക്കീലന്മാരുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ന്യായാധിപ സ്ഥാനത്താണ് നടക്കുന്നതെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്, അതിന് വഴിയൊരുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല വ്യക്തിത്വങ്ങളെയും അഴിമതിക്കാരായിട്ട് വീക്ഷിക്കാൻ ഇടവന്നിട്ടുള്ളത്. അതുകൊണ്ട് കോമ്രേഡ് ജീസസ് ഇന്ന് വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നതിനെക്കുറിച്ച് മാർക്ക് ട്വെയിൻ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ക്രൈസ്റ്റ് വർ ഹിയർ നൗ ദർ ഈസ് വൺ തിങ് ഐ ആം ഷുവർ, ഹി വിൽ നോട്ട് ബി എ ക്രിസ്ത്യൻ. To BRK he was comrade just Jesus. It was Upton Sinclair എന്ന പോയറ്റാണ് സിംഗിങ് ജെയിൽ ബേർഡ്സ് ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. കാർലൈൽ പറഞ്ഞു, ഇഫ് ജീസസ് ക്രൈസ്റ്റ് were to come today, people would not even crucify him. Instead, they would ask him to dinner and hear what we had to say and make fun of it. അതാണ് ജീസസുമാർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഒരു മെസ്സഹായെ പോലെ നമ്മുടെ നീതിന്യായ പീഠത്തിലും വക്കീലെന്ന നിലയ്ക്കും വക്കീലന്മാരെന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞ ജസ്റ്റിസ് IR കൃഷ്ണ അയ്യരുടെ സ്മരണയ്ക്ക് ഉദാത്തമായൊരു മാതൃകയാണ് നമ്മുടെ പ്രസിഡന്റ് സജി IR കൃഷ്ണ അയ്യർ റിസർച്ച് സെൻറ്റർ എന്ന പേര് നമ്മുടെ ലൈബ്രറിയുടെ ഭാഗമായി നൽകിയിരിക്കുന്നത്. വിൽക്കിൻസൺ കോഴിക്കോട്ടെ ജില്ലാ ജഡ്ജിയായിരുന്നു. വിൽക്കിൻസൺസ് ലോ ലൈബ്രറി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. കാരണം അന്ന് ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ജില്ലാ ജഡ്ജിയായിരുന്നു എന്നതുകൊണ്ടാണ്.
പിന്നീടത് മാറി നമ്മുടെ സാരഥ്യം നമ്മൾ തന്നെ തിരഞ്ഞെടുത്തു. ആ നിലയ്ക്ക് അന്വർത്ഥമായ സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഒന്ന് ഓർക്കാം. ഈ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഖേദപൂർവം ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കും. ഇന്ത്യ വിഭജനത്തോടും പിന്നോട്ട് പോകുന്ന മതത്തിൽ വിശ്വസിക്കാത്ത മത തീവ്രവാദങ്ങൾ സാമൂഹ്യ അന്തരീക്ഷത്തെ ആകെ ഒരു തീപ്പൊരി കുന്നാക്കി മാറ്റിയിരിക്കുന്നു. വെടിമരുന്ന് കൂനിയാക്കിയിരിക്കുന്നു. സംവാദത്തിന് പകരം കൊലപാതകത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയം ഈ അന്തരീക്ഷം ശ്വസിച്ചാണ് വളരുന്നത്. വികസനത്തിൻ്റെ പേരിൽ പരിസ്ഥിതി നശിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ആവാസഭൂമി നഷ്ടമാക്കുകയും മലകളും കാടുകളും അപൂർവ ഭൂപ്രദേശങ്ങളും സസ്യജാലവും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ലാഭക്കൊതി മനുഷ്യ ഭാവിയെ തന്നെ അസാധ്യമാക്കുന്നു. അത് മനസ്സിലിരുത്തിക്കൊണ്ട് നമുക്ക് വക്കീലന്മാർ എന്ന നിലയ്ക്ക് സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാം. ജസ്റ്റിസ് ബസന്ത് ഇവിടെ പറഞ്ഞു, വക്കീലന്മാരാണ് മാതൃകയാവേണ്ടത്. അതിനുള്ള അവസരം ന്യായാധിപന്മാർ കൂടി തന്നാൽ തീർച്ചയായും നമ്മൾ നമ്മുടെ കർത്തവ്യം നിർവഹിക്കും. നമുക്ക് മാത്രം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ നിലയ്ക്ക് പലപ്പോഴും ഇവിടെ സജിക്ക് ചെയ്യാൻ കഴിയാതെ പോയൊരു കാര്യമാണ് ഒരു അന്യോന്യം സംഘടിപ്പിക്കുക എന്നുള്ളത്. ജഡ്ജിമാരും വക്കീലന്മാരും ഒരുമിച്ചിരുന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസത്തിലൊന്നോ അല്ലെങ്കിൽ 3 മാസത്തിലൊന്നോ ആവാം. നമ്മൾ അന്യോന്യം വിവരങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മുടെ ഈ റിസർച്ച് സെൻറ്റർ വഴിമരുന്നിടുമെങ്കിൽ ഞാൻ സന്തോഷവാനാവും. നമ്മളെല്ലാവരും സന്തോഷന്മാരാവും. ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Justice V.R. KRISHNA was indeed a colossus, and the search for another KRISHNA has been so far elusive. However, it is possible for each one of us to ignite the elements of V.R. KRISHNA in us, and we can constantly endeavor to better and brighten by passion and perseverance towards the profession. Thank you, sir, for that keynote address. Now I request Sri S. Suraj, Honorable Chief Judicial Magistrate, Kozhikode, for felicitations. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടവ്യക്തികളെ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് 2 പ്രധാന ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് ലൈബ്രറി, പിന്നെ ഫോർമൽ ജഡ്ജസിന് ബാർ അസോസിയേഷൻ റീ എൻട്രി. ലൈബ്രറി ഒരുപക്ഷെ ഇങ്ങനെ പറയാം, നാനിയ പൽക്കിവാല പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം MC ചാഗളയോട് ഒരാവശ്യം മുമ്പോട്ട് വെച്ചു. ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ ഒരു എൻട്രി വേണമെന്ന്. പിന്നീട് പൽക്കിവാല ആരായി എന്നത് ലൈബ്രറിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ അതിലപ്പുറം വേണ്ട. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ലോയർ ഈസ് എ സെല്ലർ ഓഫ് റീസൺസ്. സർവീസ് കൊടുക്കുമ്പോൾ യു ആർ സെല്ലിങ് യുവർ റീസൺസ്. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന ടൂളാണ് ലൈബ്രറി. രണ്ടാമത്തേത്, അത് എനിക്ക് വരുന്നു പേഴ്സണലി എനിക്കൊരു കോയിൻസിഡൻസ് ഉണ്ട്. ഞാൻ ആദ്യമായി പ്രാക്ടീസ് ചെയ്യാൻ കേരള ഹൈക്കോടതിയിലെത്തുമ്പോൾ ആദ്യം അപ്പിയർ ചെയ്തത് ജസ്റ്റിസ് ഹേമ ജഡ്ജിൻ്റെ മുമ്പിലാണ്. ആൻഡ് ദി ചലഞ്ച് വാസ് ആൻ ഓർഡർ അഗൻസ്റ്റ് ദി ഓർഡർ ഓഫ് ദി ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോഴിക്കോട്. അന്ന് കിട്ടിയ ഇൻസ്പിറേഷനാണ് എന്നെ ഇവിടെ തുടരാൻ പ്രേരിപ്പിച്ചത്. പിന്നീട് ഞാൻ കേരള ജുഡീഷ്യൽ അക്കാഡമിയിലേക്ക് പോകുന്നതിന് തലേ ദിവസം ഐ അപ്പിയർഡ് ബിഫോർ എ ഡിവിഷൻ ബെഞ്ച് ഹെഡഡ് ബൈ ജസ്റ്റിസ് ബസന്ത്. ആ കേസിൻ്റെ വസ്തുതയ്ക്കനുസരിച്ച് ഒരു വിധിയുണ്ടായി. അവസാനം കോസ്റ്റ് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞു, സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ സങ്കടം മാറ്റിയത് അദ്ദേഹം ഓപ്പൺലി എനിക്കൊരു അപ്രീസിയേഷൻ തന്നപ്പോഴാണ്. ഇപ്പോഴും കേസുകൾ തള്ളുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ ഒരു പകരക്കാരൻ നിലയ്ക്ക് എനിക്ക് ഈ അവസരം തന്നത്, കാലം കാത്തുവെച്ചത് ഈ ഒരു സംഭവമാണ്. ഇവരെ ഈ ഫോർമർ ജഡ്ജസ് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ്റെ പാർട്ടാകുമ്പോൾ ഇറ്റ് വിൽ ഇൻസ്പയർ അസ്. കൂടുതൽ പാഷനേറ്റായിട്ട് പ്രൊഫഷനെ സമീപിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Calicut Bar Association is granting honorary membership to the retired judges who were the former members of this bar. I request the President to hand over the membership.
first to Sri R. Basant. Srimati K. Hema, the former judges of High Court of Kerala. K.V. Sachidanandan, former Vice Chairman, Central Administrative Tribunal. Sri T.K. Raman, Sri K. Shashidharan, Sri T.B. Shivaprasad, Srimati P.N. Shantakumari, Sri N. Rajagopal. I'm afraid he is not present today. Sri P.S. Nasir Ahmed, Sri V.T. Raghunath, Sri Harigovindan Nisi, I'm afraid he is not present today. V.N. Vijay Kumar, Sri T.P. Suresh Babu. I think T.P. Suresh Babu is not present, but the membership will be received by his son, Advocate Arjun. Also, I request him to collect the membership on behalf of Sri Harigovindan Nisi. For a reply on behalf of the retired judges, I invite Sri T.K. Raman, former district judge. വേദിയിലും ഡയസിലും ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളെ, ഞാൻ ഈ ബാറിൽ 1978 മെമ്പർഷിപ്പ് എടുത്തതാണ്. അതിനുശേഷം ഞാൻ ഇതേ ബാറിൽ തന്നെ ഗവൺമെൻറ് ലീഡറായി. ഇവിടെ നിന്ന് 1988 ഡയറക്ടർ ജില്ലാ ജഡ്ജിയായ ആളാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും വളരെ ചുരുക്കം പേരെ എനിക്ക് പരിചയമുള്ളവരുള്ളൂ. ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ബാറിലോ എവിടെയും യാത്ര ചെയ്യാറില്ല. പക്ഷേ ആരോഗ്യപരമായ ഇതല്ല, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള പ്രിൻസിപ്പിളും ഉണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ വൈകല്യങ്ങൾ പറയത്തക്കതൊന്നുമില്ല. എല്ലാവർക്കും ഉള്ളതുപോലെ കാലിന് മുട്ടിന് ചെറിയൊരു അസുഖമുണ്ട്. മറ്റൊന്നും ഞാനിപ്പം നല്ല ഹെൽത്തിയോടുകൂടി സന്തോഷവാനായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ
പ്രാക്ടീസ് നിർത്തി. അഡ്വക്കേറ്റ് എൻറോൾ തിരിച്ചു കൊടുത്തു. ഞാൻ വെൽഫെയർ ഫണ്ട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ഹു ആം ഐ എന്നുള്ള എന്നിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയാണ്. ഞാൻ ആരാണ്, ഞാൻ എന്തിനിവിടെ വന്നു, സ്വല്പം സ്പിരിച്വൽ മാറ്റേഴ്സ് ആലോചിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ കർമ്മം? ഞാൻ ആദ്യം ഡോക്ടറാവാൻ പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ്. പക്ഷേ സാമ്പത്തികമായ പരാധീനകൾ കൊണ്ട് ഡോക്ടറായില്ല. പക്ഷെ എൻ്റെ മക്കളൊക്കെ ഡോക്ടർമാരാണ്. പിന്നെ ഞാൻ 1959 ഗവൺമെൻറ് സർവീസ് കയറി. 1970 അതായത് 70-71 ബാച്ചിൽ എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB എടുത്തു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ LLM ചേർന്നു. പക്ഷേ ഞാൻ സർവീസ് ചെയ്തുകൊണ്ടന്ന് കൊച്ചിൻ പോർട്ടസിലൊരു ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് എനിക്ക് എമർജൻസി വന്നപ്പോൾ അവിടുന്ന് യാതൊരു വിധത്തിലും ചാടാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഫൈനൽ LLB എക്സാം എഴുതാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ എൻറോൾ ചെയ്തു, അഡ്വക്കേറ്റായി. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ഈവൻ KRISHNA ചേർത്ത് ഞാനെല്ലാം ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് എനിക്ക് ജൂനിയർഷിപ്പ് കിട്ടിയതാണ്. പക്ഷേ എങ്കിലും ഞാൻ കോഴിക്കോട് ബാറിലാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാനിവിടെ വന്ന് പറയാൻ ജീവിതം പറയുന്നില്ല. എങ്കിലും 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് ലീഡറായി. 1988 ജില്ലാ ജഡ്ജിയായി. ഡയറക്ടർ ഞാൻ, ഓണറബിൾ ബസന്ത്, ഓണറബിൾ ഹേമ ഒക്കെ കാലിക്കറ്റ് ബാറിൽ നിന്ന് ഒന്നിച്ച് ജില്ലാ ജഡ്ജിയായവരാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞ രാധാകൃഷ്ണൻ, കുമാരട്ടേക്ക് അങ്ങനെ ചില നിർമ്മൽ കുമാർ ഇവരുമായിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടാവാറുണ്ട്. ഞാൻ സ്വന്തം എന്നിലേക്ക് തന്നെ വലിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള ആക്ടിവിറ്റീസ് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ ചില നിയമത്തെ പറ്റിയുള്ള ക്ലാസ്സാണ് സാധാരണ കസ്റ്റംസിന് ചില കോളേജുകളൊക്കെ പോകാറുണ്ട്. അതും റെയർ കേസ്. അതുകൊണ്ടാണ് എനിക്ക് പരിചയമില്ല ഈ മുഖങ്ങളിൽ. ഇവിടുത്തെ ബാറിൽ വളരെ ചുരുക്കം പേരൊക്കെ എൻ്റെ മുഖം പരിചയമുള്ളൂ. അഹമ്മദ് കുട്ടി പുത്തലത്തുണ്ട് ഇപ്പം കാണുമ്പോൾ, വേറൊന്നും അധികം ആളുകളില്ല. പക്ഷേ ഞാൻ തന്നെ എല്ലാവരും ചിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നതിൽ. പക്ഷേ ഞാൻ സെൽഫിലേക്ക് ഒതുങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വിശ്വാസം. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞ, നമ്മൾ ഇന്നലെ വന്ന വക്കീലായാലും ശരി, 30 കൊല്ലം വക്കീലായാലും ശരി, തമ്മിൽ വിളിക്കാറ് മൈ ലേണഡ് ഫ്രണ്ട് എന്നാണ്. അതുമാത്രമാണ് വക്കീലന്മാർക്കും ജുഡീഷ്യറിക്കുമുള്ളൊരു അഡ്വാൻറ്റേജ്. മൈ ലേണഡ് ഫ്രണ്ട്. ഇപ്പോൾ എല്ലാ വക്കീലന്മാരും വായനയോളം വലിയ ഗുരുവില്ല. നമ്മുടെ ഓണറബിൾ ജസ്റ്റിസ് പറഞ്ഞു, വായനയോളം വലിയ ഗുരുവില്ല. നാരായണ ഗുരുവിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും രാത്രി 1 മണി വരെ വായിക്കാറുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്. ഞാനൊരു ബുക്ക് ലവറാണ്. പക്ഷേ ഇപ്പോഴത്തെ നിയമങ്ങളെ പറ്റി കുറച്ചേ പഠിക്കാറുള്ളൂ. കാരണം നിയമം എടുത്തു വെക്കുമ്പോൾ ആർക്കെങ്കിലും സംശയം വന്നാൽ, ഇപ്പോൾ എനിക്ക് റിട്ടയർ ചെയ്താലും ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഒക്കെ ഫ്രീ ആണെന്നേ ഉള്ളൂ. ഫ്രീ ആകുമ്പോൾ ആളുകൾ ഇഷ്ടത്തിന് വരും. കാശ് വാങ്ങിയാൽ പിന്നെ ഒരാളും വരില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ടൈം ഞാൻ എൻഗേജ്ഡാണ്. പക്ഷേ ഇപ്പോൾ വായന, രാഷ്ട്രീയങ്ങളും വേദങ്ങളും വേദപുസ്തകങ്ങളും അനുബന്ധിച്ച പൈതൃകത്തെ പറ്റിയും പിന്നെ ഗീത മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിഷം, മറ്റേ ഐച്ഛിക വിഷയങ്ങളെ ധാരാളം ബുക്കുകൾ എൻ്റെ ലൈബ്രറിയിലുണ്ട്. ഞാൻ ബടായി പറയല്ല, മറുപടി തലചേക്കുന്നത്. കാരണം ഞാൻ ബടായി പറയുന്ന ഒരാളാണെന്നാണ് മൂപ്പർ വിചാരം. പക്ഷേ ബടായൊന്നുമല്ല. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെയുള്ള സുഹൃത്തുക്കൾ, നമ്മൾ കോട്ട് എന്നോട് ഈ പറഞ്ഞൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജഡ്ജിയാൽ അയാൾ കോട്ട് അഴിച്ചു വെക്കുന്നു. പക്ഷെ ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഏതായാലും ഞാൻ കോട്ട് ഊരിയിട്ടില്ല. ആ കോട്ട്
എന്നും കരണ്ട് എനിക്ക് എന്നോട് എല്ലാവർക്കും ഞാൻ ആ ഡയസിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാനൊരു സാധാ മനുഷ്യനാണ്. അതാണ് എൻ്റെ സോഷ്യലിസം. അതുകൊണ്ട് ഞാൻ ആരെയും ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല ജഡ്ജായിട്ട്. പക്ഷേ ഞാൻ ഒരാളെ തൂക്കിക്കൊന്നിട്ടുണ്ട്. അതെൻ്റെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പാടില്ല. ക്രിപ്പർ ചന്ദ്രനെ കാസർഗോഡ് വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് എൻ്റെ നേതൃത്വത്തിലാണ്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. മൈ ലേണഡ് ഫ്രണ്ട്, എപ്പോഴും എൻ്റെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് ചിരിച്ചാൽ ഞാനൊന്ന് ചിരിക്കും. അത്രയേ ഉള്ളൂ. എനിക്ക് പല മുഖങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങളുടെ സ്നേഹാദരങ്ങൾ ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നു. രാമൻ, ഞാൻ ശരിയായ രാമൻ്റെ പാതയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് താങ്ക് യു വെരി മച്ച്. എന്നെ ക്ഷണിച്ചതും ഈ ബാർ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. Thank you, sir. We request you not to confine to yourself. Experienced and knowledgeable people like you are definitely needed for the bench and the bar, and we wish you good health and happiness. Now the Calicut Bar Association is handing over a memento to the architect, Sri Joseph Sebastian, who had designed and completed the renovation work of the library. That too, it was done within a record time. I request Justice K. Hema to hand over the memento. I'm told that the son of the architect is collecting the award on his behalf. Thank you. Calicut Bar Association is handing over 22 short podiums or handrests for use in courtrooms. It is being handed over to Calicut Judiciary, and I request the Honorable Chief Judicial Magistrate, Sri S. Suraj, to receive the same. 22 such podiums are being handed over. Thank you, sir. Today, Calicut Bar Association is honoring the achievements made by its members as well as their children in different fields in the recent past. Firstly, the cricket team of Calicut Bar Association, which has won the prestigious annual cricket match between Calicut Bar Association and Talasheri Bar Association. I request the captain, Advocate Rajesh, to hand over the trophy to the president. The teammates, Dilip PT, Vice Captain, Vijay Jose, Subin Babu, Roshan Raj, Fasil, Sajesh, Shamdeep, Sibin, Sudeep, Shreyas, Akash, Vijit and Alan. The football team of Calicut Bar Association, captained by Advocate Dilip, has won 2 recent tournaments. The All Kerala Football Tournament, organized by Koilandi Bar Association, as well as the tournament held at Chavakad. In both these tournaments, the goalkeeper, Roshan Raj, was adjudged the best goalkeeper of the tournament. The team members of the football team, Dilip, Roshan Raj, Juraj, John,
Misab, Shaju, Ranjit, Ashik. Amalendu was the manager and Vinil the coach. One of our senior members, Advocate M.K. Salim, former district government leader, has won medals in the 7th International Masters Athletic Championship held at Pokhara, Nepal in November 2022. He had won a gold medal in triple jump, a silver in long jump, a bronze in 100 meters. He is the former district and state captain of Kerala hockey team and Calicut University teams as well. He is also the chairman of district masters hockey team and presently the manager of senior hockey men's team. He has now qualified to participate in the Asia Pacific Masters Athletic Meet scheduled to be held in South Korea representing the country. I request Honorable Justice Basan to present the medal to him. Two young members of the Calicut Bar, Advocate Abhisha and Advocate Ranjit, have won the All Kerala Legal Quiz Contest conducted by Talasheri Bar. I request Honorable Justice Hema to present the medals to these winners. Kumari Tirtha A.R., daughter of Advocate Rakhi of Calicut Bar, has secured 1,200 out of 1,200 in her plus 2 biomaths examination of the state syllabus for the year 2021. She has cleared the medical entrance 2022 and is pursuing her MBBS course at Government Medical College. I request her to come and collect the medal. I request Honorable Justice Basan to present the medal to her. Nakshatra. I request Advocate Rakhi to come over to the stage. Next is Nakshatra P. Nair, daughter of Advocate Shiji KV, who has secured 99.98% for her plus 2 state syllabus examination. I request both the mother and the daughter to come over to them. I request Honorable Justice Hema to hand over the medal to the daughter. And next is Kumari Parvati S. Jain, daughter of the advocate couples Sri Jain and Sindhu, who has secured full A+ for her plus 2 examination state syllabus, that is 98.08%. The daughter is not present today, but the mother will collect the award on her behalf.
I request Justice Basan to Anudeep Suresh, son of Advocate C.K. Suresh, has won an essay contest on the topic Ambedkar and Indian Constitution conducted by Government Law College, Kozhikode. He is a first-year law student there. I'm afraid both the son as well as the father is not present today, but I request Advocate Nirmal to receive the award on his behalf from Justice Basan. Thank you, sir, and congratulations to all the winners. Now for the vote of thanks, I invite Advocate Shrikant, Secretary, Calicut Bar Association. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റിൻ്റെ ഒരു കോട്ട് ഞാനൊരു വാക്ക് പറയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു നാടിൻ്റെ സംസ്കാരം ആ നാട്ടിലെ വായനശാലയുടെ നിലവാരം ആശ്രയിച്ചിരിക്കുമെന്നുള്ള മുമ്പ് ഈ ഒരു ലൈബ്രറീൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞാണ്. ആ ഒരു ആശയം വളരെ സത്യവും ശരിയുമാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ ലൈബ്രറിയുടെ ഒരു പുനരുദ്ധാരണം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട, ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് ബഹുമാനമുള്ള ശ്രീ ബസന്ത് സാറും അതുപോലെ ഹേമ ജഡ്ജ് മേഡമാണ്. രണ്ടുപേരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാലിക്കറ്റ് ബാർ അസോസിയേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു ചടങ്ങിന് ആശംസ അർപ്പിച്ചിട്ടുള്ളത് നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൂര്യ സാറാണ്. സാറിനെ ഈ ഒരു ചടങ്ങിലേക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കാലിക്കറ്റ് ബാർ അസോസിയേഷനിൽ സംസാരിക്കുന്നു. അതുപോലെ നമ്മൾക്ക് ഈ ഒരു ചടങ്ങിന് സ്വാഗതം പറഞ്ഞിട്ടുള്ളത് ജയദീപ് സാറാണ്. ജയദീപ് സാറിനോട് നന്ദി സൂചിപ്പിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ നമുക്ക് വളരെ വിശദമായിട്ടുള്ളൊരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ കോടതിയിൽ തന്നെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ശ്രീ മഞ്ജയ് സുന്ദർരാജാണ്. സാറിനോടുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഈ ഒരു ആശംസാ പ്രസംഗം നടത്തിയിട്ടുള്ളത് റിട്ടയർഡ് ജഡ്ജസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് ശ്രീ രാമൻ സാറാണ്. സാറിനോടും ഒരു കാലിക്കറ്റ് ബാർ അസോസിയേഷൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സിനോടും ഗുരുനാഥന്മാരോടും എൻ്റെ സഹപ്രവർത്തകരോടും സഹോദരി സഹോദരന്മാരോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുന്നു. അതുകൂടാതെ നമുക്ക് ഈ ഒരു ലൈബ്രറി റിനോവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിഗാലും ഡിസൈൻ ചെയ്തിട്ടുള്ള ബാജു സാറാണ്. ബാജു സാറിൻ്റെ ടീമിനോട് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ മകനോടും നമ്മളെ ഒരു അശ്വിനുണ്ട്, പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്താണ്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്ദി. ഈ ഒരു ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരോടും വളരെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു. Thank you. National Anthem. जय हे भारत भाग्य विधाता।
ഉണ്ടാവില്ലേ? ആരെങ്കിലും ഒന്ന് മറന്നു ഫോട്ടോ എടുത്തോളൂ. കമ്മിറ്റി ഒരു ഫോട്ടോയാണ്.